അവർ പറഞ്ഞ ഫണ്ടില്ലാത്തതുകൊണ്ട് നിർത്തിവെച്ച്. ഇനി എന്തെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തരാനാണ് പറഞ്ഞത്. ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അനക്കമൊന്നുമില്ല. നേരിട്ട് നമുക്ക് അതിൻ്റെ അവർ ദ്രോഹിച്ച നേരിട്ടുള്ള ഒരു ബലിയാടാണ് ഞാൻ. അപ്പം ഇപ്പം ജീവിത സാഹചര്യം മെച്ചപ്പെട്ടല്ല, അത് ഒത്തിരി ദുഷ്കരമായിട്ട് മാറിയത് ചെയ്തത്. വോട്ടർമാരെ എല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാം. ഞങ്ങളുടെ അവസ്ഥയും ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം അറിയാവുന്നതാണ്. നമസ്കാരം. ക്ഷീരവികസന വകുപ്പിൻ്റെ ചതിയിൽപ്പെട്ട് കടക്കണിയിലായ വനിതാ ക്ഷീര കർഷക തദ്ദേശ തിരഞ്ഞെടുപ്പ് മത്സരത്തിനൊരുങ്ങുന്നു. പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥിയായി അശ്വതി LG മത്സരിക്കുന്നത്. ഇവരെ സബ്സിഡി നൽകാമെന്ന് പറഞ്ഞ ക്ഷീരവികസന വകുപ്പ് കബളിപ്പിക്കുകയായിരുന്നു. അത് കിട്ടിയോ? സബ്സിഡി കിട്ടിയിരുന്നോ? ഇല്ല, കിട്ടിയിട്ടില്ല. 1 രൂപ പോലും സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളതിൻ്റെ കടത്തിലും അതിൻ്റെ നിയമ പോരാട്ടത്തിലുമാണ് ഇപ്പം നിൽക്കുന്നത്. അതെന്താണ് അത്? നിങ്ങൾ അപ്ലിക്കേഷൻ എല്ലാം കൊടുത്ത് എന്ത് സംഭവിച്ചു? നമ്മളെ എല്ലാം നമ്മളെ സ്മാർട്ട് ഏരിയയുടെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞ ഫണ്ടില്ലാത്തതുകൊണ്ട് നിർത്തിവെച്ച്. ഇനി എന്തെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തരാനാണ് പറഞ്ഞത്. ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അനക്കമൊന്നുമില്ല. അത് വീണ്ടും ഇതേ പദ്ധതി ഈ വർഷവും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച് നമുക്ക് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഇല്ല, അത് ക്യാൻസലായി പോയെന്നാണ് പറഞ്ഞത്. അതാണ് കബളിപ്പിച്ചത് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് നൽകാമെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിരുന്നു, ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അവരതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നമ്മൾ ബാങ്കിൽ കൊടുക്കാനും എല്ലാം തന്ന് അതിൻ്റെ എല്ലാം റെഡിയാക്കി വിട്ടതാണ്. ബാങ്കിൽ നമുക്ക് ലോൺ അനുവദിച്ച് നമ്മൾ വേണ്ടുന്ന എല്ലാം ചെയ്യുകയും ചെയ്തു. എന്തൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ചെയ്തിരുന്നത്? ബാങ്കിൽ നിന്ന് ലോണായിട്ട് പൈസ എടുത്തിട്ട് നമ്മൾ പശുക്കളെ വാങ്ങിയതും 10 പശുക്കളും അതിനുള്ള സ്മാർട്ട് ഡയറിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി. ലോണും എടുത്തല്ലേ? ലോൺ എടുത്തിട്ട് നമ്മുടെ 11,60,000 ആയിരുന്നു അതിൻ്റെ പ്രോജക്റ്റ് പദ്ധതി വെച്ചിരുന്നത്. അപ്പം അതിൻ്റെ പൈസ നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മൾ ലോൺ അപേക്ഷിക്കാം. അങ്ങനെ അവർ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സാധനം അവിടെ കൊടുത്ത് അത് മുഖാന്തരമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുകയും നമുക്ക് ബാങ്കുകാർ നമുക്ക് പെട്ടെന്നെല്ലാം അനുവദിച്ച്. സബ്സിഡി 40% സബ്സിഡി പറഞ്ഞിരുന്നതാണ്. ഏകദേശം 4,60,000 രൂപയോളം സബ്സിഡി ഉണ്ടായിരുന്നു. കിട്ടി. അത് മുന്നേ ഒരുമിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. അവർ നമ്മളെ കൊണ്ട് എടുപ്പിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ അതിന് പോകത്തുമില്ലായിരുന്നു. നമുക്കല്ലാതെ അവസാന നിമിഷം അത് ക്യാൻസലായി പോയെന്നൊക്കെ അറിഞ്ഞത്. അപ്പം എന്തായാലും സർക്കാരിൻ്റെ പക്ഷത്ത് നിന്ന് ഒരുപാട് കബളിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ചതിയും പറ്റിയിട്ടുണ്ട്. ആരും അങ്ങനെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടില്ല. അവരതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ പശുക്കളെ അവർ വിറ്റ് അതങ്ങ് തീർക്കുക, ആ ഒരു ക്ഷീരമേഖലയുള്ള പ്രവർത്തനം അങ്ങ് നിർത്തിവെക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് സർക്കാരിൻ്റെ ഈ ഒരു കാപട്യവും ഒക്കെ എല്ലാവരും അറിയണമല്ലോ. അപ്പോൾ എന്തായാലും UDF സർക്കാർ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആരോടും ഒരു ദ്രോഹമായിട്ടുള്ള നടപടി ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അപ്പോൾ എന്തായാലും ഈ തവണ ഇലക്ഷന് UDF തന്നെ തിരിച്ചു വരണം. അതാണ് മത്സരരംഗത്തേക്ക് അവസരം കിട്ടിയപ്പോൾ ഞാനതിൽ ഇറങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങളിൽ നേരിട്ട് ഇതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നേരിട്ട് നമുക്ക് അതിൻ്റെ അവർ ദ്രോഹിച്ച നേരിട്ടുള്ള ഒരു ബലിയാടാണ് ഞാൻ. അപ്പോൾ ഞങ്ങളിൻ്റെ ലോണുകൾ അടവുകളെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുടങ്ങി കിടക്കുകയാണ്. എല്ലാം ഉണ്ട്. ലോൺ എത്ര രൂപ അടയ്ക്കണം? 25,000 രൂപ വീതം മാസം അടയ്ക്കണം. അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? അടയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ അടച്ചു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി മുടങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കോടതിയിൽ അതിൻ്റെ കേസ് നടക്കുക. ഉടനെ തന്നെ അത് വിധിയാവും. ആണ് ഉടനെ തന്നെ വിധിയാവും. പശുക്കളൊക്കെ ഉണ്ടോ ഇപ്പം? 10 പശുക്കളും അതിൻ്റെ പരിവാരങ്ങളായിട്ട് നടക്കുകയാണ് നമ്മൾ. കുറേ വർഷമായോ പശുക്കളെ? ഇപ്പം 13 വർഷത്തോളം ഇപ്പം പശുക്കൾ നോക്കുന്നുണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് വളർത്തുന്നുണ്ട്. ഒരു പശു അതിൻ്റെ കുട്ടിയും അല്ലെങ്കിൽ 2 പശു അങ്ങനെ നിന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ലോൺ എമൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയോ? പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞാൽ നമ്മളെ നിർബന്ധിച്ച് ഈ സർക്കാരിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു ആക്കി തന്നത്, സ്മാർട്ട് ഡയറി ആക്കിയത്. അപ്പം ഇപ്പം ജീവിത സാഹചര്യം മെച്ചപ്പെട്ടല്ല, അത് ഒത്തിരി ദുഷ്കരമായിട്ട് മാറിയത് ചെയ്തത്. ഇത് ഒരുപാട് ആൾക്കാർക്ക് ചതി പറ്റിയിട്ടുണ്ട്.
ഇത് പലർക്കും കിട്ടിയിട്ടുണ്ടോ അതെങ്ങനെ? ഇത് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ സർക്കാരിൽ അവർക്ക് മമതയുള്ള ആൾക്കാർക്ക് മാത്രം പ്രത്യേക മുഖം കണ്ടു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഈ സ്കീം ഇതേ കണക്കുള്ള സ്മാർട്ട് ഡയറി സ്കീമുകൾ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നെ പല സ്കീമുകൾ ഇത് മാറ്റി വെച്ചു എന്ന് ഇത് ഇപ്പം ഇനി ഈ സ്കീമിൽ കൊടുക്കാൻ പറ്റില്ലായിരുന്നു, അവർ നിർത്തി വെച്ചാണല്ലോ. അതിന് പകരം വേറെ സ്കീമുകൾ പേരുകൾ മാറ്റിയിട്ട് ഈ പറഞ്ഞ 4 ലക്ഷത്തിലും 5 ലക്ഷവും ഒക്കെ കൊടുത്ത ആൾക്കാർ നമ്മൾ വിവരാവകാശം വെച്ചിട്ട് ആ ആൾക്കാരുടെ എല്ലാം ലിസ്റ്റ് എടുത്തിട്ടുണ്ട് പല ജില്ലകളിലും. കേരളത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേര് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ അനുവദിച്ചവർക്കെല്ലാം തിരിച്ചും മറിച്ചും കൊടുത്തേക്കുക. അവർക്ക് താല്പര്യമുള്ളവർ കൊടുത്തു. നിങ്ങളോടെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഞങ്ങളോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം വരാൻ കാര്യമില്ല. നമ്മൾ പാവപ്പെട്ട ആൾക്കാർ, നമ്മൾ നാട്ടുമ്പുറത്ത് കഴിയുന്നവർ അങ്ങനെ ഉള്ളവരാ. ഏതായാലും ഇപ്പോൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ വോട്ടർമാർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? വോട്ടർമാരെ എല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാം. ഞങ്ങളുടെ അവസ്ഥയും ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം അറിയാവുന്ന. ഞാൻ പശുക്കളെ ഞങ്ങൾ നേരത്തെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് ഈ വാർത്ത. അപ്പം അങ്ങനെ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തായാലും ഇലക്ഷൻ്റെ സമയത്ത് ഇത് പിന്നെ എല്ലാവരും ഒന്നുകൂടി ഇത് ആൾക്കാർ കേൾക്കുന്നു ചോദിക്കുന്നു ഒക്കെ ഉണ്ട്. നമുക്ക് സർക്കാരിന്റെ നയങ്ങളെ പറ്റി ശക്തമായ ഒരു പ്രചരണം ഇവിടെ തന്നെ നമുക്ക് ശക്തമായിട്ട് രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നുമുണ്ട്. അപ്പം UDFന്റെ അനുകൂലത്തിലാണ് ആൾക്കാരെല്ലാം നിൽക്കുന്നത്. ഇപ്പം അതിനിടയിൽ നിങ്ങളുടെ ആരുടെ അക്കൗണ്ടിലേക്ക് ഒരു 50 ലക്ഷം രൂപ വന്നെന്ന് പറയുന്നത് അത് എന്തായിരുന്നു? അത് ഒരു അക്കൗണ്ട് മാറി ഒരു കമ്പനി അയച്ചതാണ്. അത് നമ്മൾ തിരിച്ച് അവരെ ബന്ധപ്പെട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതെല്ലാം മാറി, അതെല്ലാം അയച്ചു കൊടുത്തു തിരിച്ച്. ഏതായാലും ശക്തമായിട്ടുള്ളൊരു പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ ശക്തമായിട്ട് തന്നെയാണ്. ഇപ്പം UDFന്റെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇനി കാണാൻ പോകുന്നത്. ശരിക്കും തനിക്ക് അനുഭവപ്പെട്ട ആ ദുരനുഭവം പറഞ്ഞുകൊണ്ടാണ് അശ്വതി വോട്ടർമാർക്കരികിലേക്ക് വരുന്നത്. സബ്സിഡി നിരക്കിൽ ക്ഷീരവികസന വകുപ്പ് തുക അനുവദിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അവസാന നിമിഷം കൈയൊഴിയുകയായിരുന്നു. അതോടെ ഇവർ കടക്കണിയിലുമായിരിക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതിനിടയിൽ ഇത്തരത്തിൽ അവരുടെ ആ LDF സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ അല്ലെങ്കിൽ ക്ഷീരവികസന വകുപ്പിൽ നടക്കുന്ന അന്യായങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ഷാ, മറുനാടൻ മലയാളി, പത്തനംതിട്ട.